വേഗം വന്നിട്ടാ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ. എന്നാലും ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് തെറി മെസ്സേജുകൾ. ഇങ്ങനെ തെറി വിളിക്കല്ലേ ഒരു മനസ്സിനാണ് ഞാൻ. പൂമാനം മൈനാകം വേറെ പുതിയതാ. അതുപോലെ തന്നെ അനാവശ്യ ഗ്രൂപ്പുകളിലേക്കുള്ള ഇൻവൈറ്റുകൾ, അങ്ങനെയൊക്കെ ഭയങ്കര മോശമാണ്. അവിടെ നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന് അവിടെ എനിക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനോ അല്ലെ എന്റെ സ്റ്റാഫിനെ അവിടെ നിർത്തിയിട്ട് ആ വർക്കിന്റെ സൈഡ് ഒന്ന് സെറ്റ് ആക്കെന്ന് പറയാനോ പറ്റില്ല. കാരണം സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് ഇല്ല, കാരണം അവരെ കൂടെ എന്തിനാ ചീത്ത കേൾപ്പിക്കുന്നത്. ആക്ച്വലി ഞാൻ ഓക്കെയാണ് കേട്ടോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. തെറി എഴുതുമ്പോഴോ വിളിക്കുമ്പോഴോ ആ ഒരു വാക്കിന് ഞാനൊരു വാല്യൂ അല്ലെങ്കിൽ ഞാനൊരു അർത്ഥം കണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് ഫീൽ ആവേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെയോ നിങ്ങളെ തന്നെയോ വിളിക്കുന്ന അഭിസംബോധനകളായിട്ടേ ഞാൻ എടുക്കണുള്ളൂ. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നൊരു ഉറപ്പും കൂടെയാണ് എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് കൊടുക്കാനുള്ളത്. ഒരു മാറ്റമില്ലല്ലോ അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. കുറച്ച് ധൃതിയുണ്ട്. പൊതുവരാളികളെ